നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള വിഷൻ കേബിൾ TV ഉപയോക്താക്കൾക്ക് ഇനി രാജ്യത്തെവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ ചാനലുകൾ കാണാം. KV Go എന്ന പുതിയ മൊബൈൽ TV സേവനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള വിഷന്റെ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെയും ഈ സേവനം ലഭിക്കും. പ്രിയ നേതാവിന് നാട് യാത്രാമൊഴിയേകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അപരിഹാരമായ നഷ്ടമെന്ന് നേതാക്കൾ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. 1.25 ലക്ഷത്തിലധികം പേർക്കുള്ള ഊട്ടിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പാലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം. തീരദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 500 മീറ്ററോളം കടൽ കയറി. വാർത്തകൾ വിശദമായി. കേരള വിഷൻ കേബിൾ TV ഉപയോക്താക്കൾക്ക് ഇനി രാജ്യത്തെവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ ചാനലുകൾ കാണാം. KV Go എന്ന പുതിയ മൊബൈൽ TV സേവനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള വിഷന്റെ കേബിൾ TV ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ രാജ്യത്തെവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ TV ചാനലുകൾ കാണാം. മൊബൈൽ ഫോണിലും ടെലിവിഷൻ ചാനലുകൾ ലഭ്യമാകുന്ന പുതിയ സേവനത്തിനാണ് KV Goയിലൂടെ കേരള വിഷൻ തുടക്കം കുറിക്കുന്നത്. KV Go സേവനത്തിന്റെ ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ KK മേനോൻ നിർവഹിച്ചു. കേരള വിഷന്റെ കേബിൾ TV ഉപയോഗിക്കുന്നവർക്ക് തങ്ങളുടെ പക്കലുള്ള 1-2 മൊബൈൽ ഫോണുകളിൽ സൗജന്യമായാണ് ഈ സേവനം ലഭിക്കുകയെന്ന് KCCL ചെയർമാൻ സുരേഷ് കുമാർ PP പറഞ്ഞു. KV Go പ്രൊഡക്റ്റ് ലൈൻ വഴി ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമ്മുടെ ട്രഡീഷണൽ സെറ്റ് ടോപ്പ് ബോക്സ് വീടുകളിലുണ്ട്, നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 30 ലക്ഷം വീടുകളിൽ നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ 15 ലക്ഷം ഭവനങ്ങളിൽ നമുക്കൊന്ന് ബ്രോഡ്ബാൻഡ് ഉണ്ട്. അതിൽ ഏകദേശം ഈ 2-3 വർഷം കൊണ്ട് തന്നെ IPTVയുടെ തുടക്കകാലത്ത് തന്നെ നമുക്ക് ഇന്നൊരു 50,000-ൽ താഴെ സബ്സ്ക്രൈബർ IPTVയിലുണ്ട്. അപ്പോൾ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബർ ആയിട്ടുള്ള വരിക്കാർക്ക് IPTV സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും ഡിജിറ്റലായിട്ടുള്ള 30 ലക്ഷം വരിക്കാർക്കും ഇന്നു മുതൽ നമ്മൾ 2 മാസത്തേക്ക് എല്ലാവർക്കും നമ്മൾ ഫ്രീ ആയിട്ട് KV Go കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാ കൺസ്യൂമർക്കും 2 മാസത്തേക്ക് പ്രൊമോഷണൽ ഓഫറായിട്ട് ഈ ഫീച്ചർ ലഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? ഡിജിറ്റൽ സബ്സ്ക്രിപ്ഷനോ IPTV സബ്സ്ക്രിപ്ഷനോ നിലനിർത്തുന്നവർ എല്ലാവർക്കും തുടർന്നും ഹയർ പാക്കേജുകളിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കും. ആദ്യഘട്ടത്തിൽ ഏഷ്യാനെറ്റ്, സ്റ്റാർ പ്ലസ്, കളേഴ്സ്, സ്റ്റാർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള ജിയോ സ്റ്റാറിന്റെ എല്ലാ ചാനലുകളിലും HD നിലവാരത്തിൽ മൊബൈൽ ഫോണിൽ കിട്ടുമെന്നതാണ് KV Goയുടെ പ്രത്യേകത. കേരള വിഷന്റെ KEE എന്ന OTT IPTV മൊബൈൽ ആപ്ലിക്കേഷനിലാണ് ഈ സേവനം ലഭിക്കുക. KEE OTT ആപ്പ് ലഭിക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് കേരള വിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ KV Go ആക്റ്റീവ് ആകും. കേരള വിഷന്റെ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെയും ഈ സേവനം ലഭിക്കുമെന്നതാണ് KV Goയുടെ സവിശേഷത. IPTV സേവനം ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്കും ഈ സേവനം ലഭിക്കുമെന്ന് KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് പറഞ്ഞു. KV Go എന്നുള്ള പേരിൽ നമ്മളുടെ കീ ആപ്പിൻ്റെ ഭാഗമായി നമ്മൾ വയർലെസ് ആയിക്കൊണ്ട് തന്നെ വയേർഡിൻ്റെ ഒരു കണക്ടിവിറ്റിയിൽ നിന്നും മോചിതമായിക്കൊണ്ട് വയേർഡ് കണക്ടിവിറ്റിയിൽ എല്ലാ ചാനലുകളും രാജ്യത്തെ മുഴുവൻ ചാനലുകളിൽ ലഭ്യമാക്കാവുന്ന രീതിയിൽ KV Go നമ്മൾ കൊണ്ടുവരികയാണ്. അതിൻ്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ ജിയോ സ്റ്റാറിൻ്റെ ലേബലിലുള്ള മുഴുവൻ ചാനലുകളും ഇന്നു മുതൽ നമ്മൾ KV Go പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുകയാണ്. KV Goയിൽ തുടക്കത്തിൽ ജിയോ സ്റ്റാർ ചാനലുകൾ മാത്രമാണ് ലഭിക്കുന്നതെങ്കിലും മറ്റു ബ്രോഡ്കാസ്റ്റർമാരുടെ ചാനലുകളും ക്രമേണ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കും.
പ്രൊമോഷന്റെ ഭാഗമായി 2 മാസത്തേക്ക് എല്ലാ കേരള വിഷൻ ഡിജിറ്റൽ TV വരിക്കാർക്കും ഈ സേവനം ലഭിക്കുന്നതാണ്. തുടർന്നും KV Go ലഭ്യമാകണമെങ്കിൽ ഇക്കണോമിയോ അതിനു മുകളിലുള്ള കേബിൾ TV പാക്കേജുകളോ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. കേരള വിഷനിൽ മാത്രമേ സംസ്ഥാനത്ത് KV Go സേവനം ലഭിക്കുകയുള്ളൂ. 30 ലക്ഷം കേബിൾ TV വരിക്കാരും 15 ലക്ഷത്തോളം ഇന്റർനെറ്റ് വരിക്കാരുമുള്ള രാജ്യത്തെ ആദ്യത്തെ 5 സേവനദാതാക്കളുടെ പട്ടികയിൽപ്പെടുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ സേവനദാതാവാണ് കേരള വിഷനെന്നും KCCL ഭാരവാഹികൾ പറഞ്ഞു. ജിയോ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സുനോജ് കുമാർ NK, KCCLന്റെയും KVBLന്റെയും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ N, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ K ഗോവിന്ദൻ, കേരള വിഷൻ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതികുമാർ VS, ന്യൂസ് മലയാളം MDയും COA എക്സിക്യൂട്ടീവ് അംഗവുമായ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പ്രിയ നേതാവിന് നാട് യാത്രാമൊഴിയേകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. പ്രിയ നേതാവിന് നാട് യാത്രാമൊഴിയേകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിലെ സ്വവസതിക്ക് മുന്നിൽ വെച്ച് വാഹനമിടിച്ചു പരിക്കേറ്റ മാധവൻ ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. തൃശൂർ അമല ആശുപത്രിയിലും പിന്നീട് എറണാകുളം റിനെ മെഡിസിറ്റിയിലുമായിരുന്നു ചികിത്സ. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ചൊവ്വാഴ്ച രാത്രി 11:15 അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം ബുധനാഴ്ച ഉച്ചയ്ക്ക് തൃശൂർ DCC ഓഫീസിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കളും മത സാമുദായിക നേതാക്കളും കോൺഗ്രസ് ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഉച്ചതിരിഞ്ഞ് മുണ്ടൂരിലെ വസതിയിലേക്ക് എത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനും പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്കു കാണാനും ആയിരങ്ങളാണ് എത്തിയത്. മുഖ്യമന്ത്രി VD സതീശനുവേണ്ടി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മൃതദേഹത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. മന്ത്രിമാരായ അഡ്വക്കേറ്റ് OJ ജനീഷ്, PC വിഷ്ണുനാഥ്, KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ, MPമാരായ ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, ജെബി മേത്തർ, മുൻ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, VC കബീർ മാസ്റ്റർ, KC ജോസഫ്, PC ചാക്കോ, MLAമാരായ സേവ്യർ ചിറ്റിലപ്പള്ളി, പ്രൊഫസർ C രവീന്ദ്രനാഥ്, രാജൻ പല്ലൻ, TJ സനീഷ് കുമാർ, NK അക്ബർ, VP സജീന്ദ്രൻ, CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, AICC അംഗം അനിൽ അക്കര, KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, KPCC സെക്രട്ടറി CC ശ്രീകുമാർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ പ്രിയ നേതാവിന് യാത്രാമൊഴിയേകാൻ എത്തിയിരുന്നു. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം മൃതദേഹം പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാരം നടത്തി. 6 പതിറ്റാണ്ടിലേറെ നീണ്ട പൊതുപ്രവർത്തനത്തിന് വിരാമമിട്ടാണ് PA മാധവൻ എന്ന രാഷ്ട്രീയ നേതാവ് ഓർമ്മയായി മാറിയത്. PA മാധവന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമെന്ന നേതാക്കൾ, പ്രമുഖർ അനുസ്മരിക്കുന്നു. പ്രിയപ്പെട്ട മാധവേട്ടൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഈ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ എക്കാലത്തെയും മികച്ച സംഘാടകനായും പ്രാസംഗികനായും അതിനേക്കാൾ ഉപരി ഒരു വലിയ തലമുറയ്ക്ക് നേതൃത്വം നൽകിയ ഒരു ദീർഘദർശിയായ കോൺഗ്രസ് നേതാവിനെയാണ് ഞങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടിട്ടുള്ളത്. KSU പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MLA ആയും DCC പ്രസിഡൻ്റായും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായൊക്കെ പ്രവർത്തിച്ച അദ്ദേഹത്തെ സംബന്ധിച്ച് ദീർഘകാലമായ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം ഉണ്ടായിരുന്ന നേതാവാണ്.
ഈ ജില്ലയിലെ തന്നെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. വളരെ കാലമായി അടുത്തറിയുന്ന ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ്, ഏത് കാര്യങ്ങൾക്കും അഭിപ്രായം ചോദിക്കാൻ സാധിക്കുന്ന, ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനെയും ഒരു ജ്യേഷ്ഠ സഹോദരനുമാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. പഴയ തലമുറയിലെ കോൺഗ്രസിൻ്റെ എല്ലാ ഗുണവിശേഷങ്ങളും ശ്രീ മാധവനും, ലളിതമായ ജീവിതം, സത്യസന്ധമായ പ്രവർത്തനം, അഴിമതിരഹിതമായ സമീപനം, പൊതുപ്രവർത്തനം, ഇതെല്ലാം മാധവനിലൂടെ പുതിയ തലമുറയ്ക്ക് ഒരു പാഠമായി മാറിയിട്ടുണ്ട്. മാധവൻ ഒരു ബലമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങൾക്കുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സഹോദര തുല്യമായ ബന്ധമാണ് എനിക്ക് മാധവമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം കോൺഗ്രസ്സിന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് മൂല്യബോധമുള്ള മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ സഹപ്രവർത്തനായിരുന്ന, സ്നേഹിതനായിരുന്ന മാധവൻ്റെ നിര്യാണത്തിൽ ഞാൻ എൻ്റെ അനുശോചനം നേരുന്നു. മാധവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എടുത്തു പറയാൻ സാധിക്കും. കർക്കശക്കാരനായ, അതേ സമയത്ത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് പ്രിയങ്കരനായ നേതാവായിരുന്നു അദ്ദേഹം. ആത്മാർത്ഥമായ പ്രവർത്തനം, കഠിനാധ്വാനിയായ മാധവൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയ കാലം മുതൽ തന്നെ ജില്ലയിൽ മാധവൻ എത്തിച്ചേരാത്ത ഒരു സ്ഥലവും ഇല്ലെന്ന് തന്നെ പറയാം. ഏത് പ്രവർത്തകരെയും പേരെടുത്ത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം മാധവനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മാധവൻ്റെ ഓർമ്മകൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ്, മരിക്കാത്ത അനുഭവങ്ങളാണ്. മാധവൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രിയപ്പെട്ട മാധവന് ഏറെ ദുഃഖത്തോടെ, അതീവ ദുഃഖത്തോടെ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. 5 പതിറ്റാണ്ട് കാലമായി ശ്രീ മാധവൻ ഞങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി മാധവൻ പ്രവർത്തിക്കുമ്പോൾ ഞാനന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം നിയമസഭാംഗമായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി. ഏറ്റെടുക്കുന്ന ഏത് കാര്യത്തിലും തികഞ്ഞ ആത്മാർത്ഥത കാണിക്കാനും ജനകീയ പ്രശ്നങ്ങളോട് പ്രത്യേകമായ താല്പര്യം കാണിക്കാനും ശ്രീ മാധവൻ കാണിച്ച ഔത്സുക്യം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. തീർച്ചയായും ഈ ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാനും യൂത്ത് കോൺഗ്രസിന് ശക്തി പകരാനും അദ്ദേഹം നൽകിയ വലിയ സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട ശ്രീ മാധവൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. രാഷ്ട്രീയവും രാഷ്ട്രീയാതീതവുമായ അരനൂറ്റാണ്ട് കാലത്തെ ഒരാത്മബന്ധമാണ് ശ്രീ മാധവനുമായി എനിക്കുള്ളത്. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ഒരു പ്രതീകമായിട്ടാണ് ശ്രീ മാധവനെ ഞങ്ങൾ കാണുന്നത്. തൃശ്ശൂരിലെ കോൺഗ്രസ്സിന് ഒരു കാലത്തും വിസ്മരിക്കാനാവാത്ത ആത്മാർത്ഥതയുടെ പ്രതീകമായ ഒരു സഹപ്രവർത്തകൻ. വിധിക്ക് മുൻപിൽ കീഴടങ്ങേണ്ടി വരുമ്പോഴും മാധവൻ അനേകായിരം കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഒരാവേശമായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. മാധവൻ്റെ നിര്യാണത്തിനുള്ള അഗാധമായ ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. മാധവൻ വിളിച്ചുകൂടാൻ കഴിയാത്ത സാന്നിധ്യം, ആ നിലയിൽ ഹൃദയവന്തവും സ്നേഹവന്തവും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനയിലെ സഹപ്രവർത്തകൻ നേതാവ് എന്ന നിലയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പ്രവർത്തിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ്. മാധവനുമായിട്ടുള്ള ബന്ധം നോക്കാനും അഭിനയിക്കാനും ആദരിക്കാനും കഴിയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കാലത്തും ഇവിടെ വീട് വന്ന് കാണാനും ബന്ധപ്പെടുന്ന ഒരാൾക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ കർമ്മരൂപമായി. കഴിഞ്ഞ
കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ PA മാധവന് അന്തിമോപചാരം അർപ്പിച്ച് CCTV. ബുധനാഴ്ച വൈകിട്ട് മുണ്ടൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ പുഷ്പചക്രം അർപ്പിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ഫെബ്രുവരി മാസത്തിൽ മുണ്ടൂരിൽ വീടിനടുത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 11:15 അദ്ദേഹത്തിന്റെ അന്ത്യം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൃശൂർ DCC ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം മുണ്ടൂരിലെ വീട്ടിലെത്തിച്ചത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ മുൻ MLA കൂടിയായ PA മാധവന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ചാവക്കാട് നഗരത്തെ മാലിന്യമുക്തവും സുന്ദരവും ആക്കുന്നതിനായി ചാവക്കാട് നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ടിൻ ബിൻ സ്ഥാപിക്കലിന് തുടക്കമായി. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി 59 കേന്ദ്രങ്ങളിലായാണ് ടിൻ ബിന്നുകൾ സ്ഥാപിക്കുന്നത്. 13,40,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഒഴിവാക്കി നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത്തരം പ്രവർത്തനങ്ങൾ ചന്തമുള്ള ചാവക്കാട് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയ ചുവടുവെപ്പാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് B പദ്ധതി വിശദീകരണം നടത്തി. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KH സലാം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രംകോട്ട്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP രഞ്ജിത്ത് കുമാർ, നഗരസഭാ കൗൺസിലർ ഷീജ പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. 23-ാം വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഹിബ മിഷിഹാദ് സ്വാഗതവും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ M നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, നഗരസഭാ ജീവനക്കാർ, DMC ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBG റാംജി പദ്ധതിയുടെ ഭാഗമായി പോർക്കുളം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ജനസമ്മേളനത്തിന് തുടക്കമായി. ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പദ്ധതി സംബന്ധിച്ച അവതരണം നിർവഹണ ഉദ്യോഗസ്ഥൻ S പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങൾ, തൊഴിലുറപ്പ്, ആസ്തി സൃഷ്ടി, ജലസംരക്ഷണം, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, ഉപജീവനമാർഗ വികസനം എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ തമ്പി K ജോബ്, രേഖ ജയറാം, വിജിത പ്രജി, പഞ്ചായത്ത് അംഗങ്ങളായ രമേശ് പ്രവീൺ, ഉണ്ണികൃഷ്ണൻ, രതീഷ്, ഷംന, പഞ്ചായത്ത് സെക്രട്ടറി മൈമൂനത്ത് എന്നിവർ സംസാരിച്ചു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. 1,00,000-ലധികം പേർക്കുള്ള ഊട്ടിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ ഭക്തിനിർഭരമായ ദുക്രാന ഊട്ടിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പറഞ്ഞു. ഏകദേശം 1,00,000-ലധികം പേർക്കുള്ള നേർച്ച ഊട്ടിനാണ് ഒരുങ്ങുന്നത്. ഭക്തജനങ്ങൾക്കായി നേർച്ച ഊട്ടും നേർച്ച പായസവും പാഴ്സലായി കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യവും തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ വൈകിട്ട് 4 മണി വരെ ദിവ്യബലികൾ ഉണ്ടായിരിക്കും. രാവിലെ 6:30-ന് ദിവ്യബലിക്ക് ശേഷം തളിയക്കുളത്തിൽ നിന്നും കൊടിയേറ്റ പ്രദക്ഷിണം, തുടർന്ന് ദുക്രാന ഊട്ട്, ആശീർവാദം എന്നിവ നടക്കും. പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികനാകും. രാവിലെ 9:30-ന് ആഘോഷമായ തിരുനാൾ കുർബാന, തിരുനാൾ കൊടിയേറ്റം എന്നിവ ഉണ്ടാകും. ഇടവകയിൽ തോമസ് നാമധാരികളുടെ സമർപ്പണവും നടക്കും. വൈകിട്ട് 4 മണിക്ക് ഫാദർ ബിജു പാണയങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാന ഉണ്ടാകും. ഫാദർ ക്ലിൻറ്റു പാണയങ്ങാടൻ, ഫാദർ ജാക്സൺ തെക്കേക്കര എന്നിവർ സഹകാർമ്മികരാകും. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്തിന്റെ നേതൃത്വത്തിൽ ഇടവക ട്രസ്റ്റുമാരായ ഹൈസൺ PA, ഫ്രാൻസി ചൊവ്വലൂർ, സേവിയർ വാക്കയിൽ, ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ ഷാജു താണിക്കൽ, ഫ്രാൻസിസ് ML എന്നിവർ ഉൾപ്പെടെ വിപുലമായ കമ്മിറ്റി ദുക്രാന തിരുനാളിന്റെ വിജയപ്രദമായ നടത്തിപ്പിനായി പ്രവർത്തിച്ചു വരുന്നു. മാർത്തോമാ ശ്ലീഹായാല് കുരിശ് സ്ഥാപിച്ചു പണിതുയർത്തിയ ഈ പാലയൂർ തീർത്ഥകേന്ദ്രം ദുക്രാന ഊട്ടിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായിട്ട് നടക്കുകയാണ്. ഊട്ടുസദ്യയോടൊപ്പം തന്നെ പപ്പടം, പഴം, പായസം. ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ഈ ഊട്ടുനേർച്ചയിൽ പങ്കുചേരുവാനും മാർത്തോമാ ശ്ലീഹായുടെ എല്ലാ മാധ്യസ്ഥവും ഈശോ വഴി ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും നാളെ
നടത്തുന്ന ഊട്ടുതിരുനാളിൽ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നാളത്തെ തിരുക്കർമ്മങ്ങൾ രാവിലെ 6:30 ആരംഭിക്കും. ആ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഊട്ടുനേർച്ചയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഊട്ടുനേർച്ചയിലേക്ക് ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാര പെട്രോൾ ഡീസൽ വില കുറച്ചു. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസൽ 3 രൂപയും കുറച്ചു. പശ്ചിമേഷ്യ പ്രതിസന്ധിയിൽ അയവ് വന്ന സാഹചര്യത്തിൽ രാജ്യാന്തര എണ്ണ വിലയിൽ കുറവുണ്ടായതോടെയാണ് തീരുമാനം. 2 വർഷത്തിനിടെ ആദ്യമായാണ് രാജ്യത്ത് ഏതെങ്കിലും എണ്ണ കമ്പനി വിലയിൽ കുറവ് വരുത്തുന്നത്. നയാരയുടെ 7000-ലേറെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നതായി കമ്പനി അറിയിച്ചു. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണ വില കുറവ് വന്നെങ്കിലും പൊതുമേഖലാ എണ്ണ കമ്പനികൾ നിരക്കിൽ കുറവ് വരുത്തിയിട്ടില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ ചേർന്നാണ് രാജ്യത്ത് 90%-ലേറെയും എണ്ണ വിൽപ്പന നടത്തുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് അസംസ്കൃത എണ്ണവില കുറഞ്ഞപ്പോൾ രാജ്യത്ത് റീറ്റെയിൽ വില ആദ്യം ഉയർത്തിയത് നയാരയായിരുന്നു. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസൽ 3 രൂപയുമാണ് കമ്പനി അന്ന് ഉയർത്തിയത്. ഇതിനു പിന്നാലെ പൊതുമേഖലാ കമ്പനികൾ ഘട്ടം ഘട്ടമായി പെട്രോൾ വിലയിൽ 7.5 രൂപയുടെ വർധന വരുത്തിയിരുന്നു. വരവൂർ പഞ്ചായത്തും വരവൂർ കൃഷിഭവനും സംയുക്തമായി ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ അധ്യക്ഷനായി. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പച്ചപ്പും രുചിയും എന്ന പേരിൽ വിവിധ ഇനം കൃഷി തൈകളുടെ വിതരണവും വീടുകളിൽ തന്നെ തയ്യാറാക്കിയ വൈവിധ്യമാർന്ന നാടൻ ഭക്ഷണങ്ങളുടെ പ്രദർശനവും ചന്തയിൽ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NS സജീഷ്, PK യശോദ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സുധാദേവി, പഞ്ചായത്ത് അംഗങ്ങളായ CM ബിവാത്തുകുട്ടി, PM നാസർ, VK പുഷ്പ, പ്രീതി ഷാജു തുടങ്ങിയവർ പങ്കെടുത്തു. അതായത് നമുക്കറിയാം, വലിയ മാരക രോഗത്തിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ പല വീടുകളും ഇന്ന് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഭക്ഷ്യരീതിയിൽ കൂടി വരുന്നതാണ്. കത്തോലിക്ക കോൺഗ്രസ് സംഘടന മറ്റം ഇടവക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂലൈ 2 പതാക ദിനമായി ആചരിച്ചു. രാവിലെ 7:30 നടന്ന ദിവ്യബലിക്ക് ശേഷം പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ഡയറക്ടർ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ പതാക ഉയർത്തി. തുടർന്ന് സന്ദേശം നൽകുകയും ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് EF സണ്ണി അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭക്തസംഘടന ഏകോപന സമിതി പ്രസിഡന്റ് DL ആന്റണി, കൈക്കാരൻ MJ ജോഷി, അതിരൂപത പ്രതിനിധി ജോൺസൺ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി, അമല മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവിടങ്ങളിലെ നഴ്സുമാരുടെ നീതിരഹിതമായ സമരത്തെയും സമരത്തിന്റെ പേരിൽ അതിരൂപത അധ്യക്ഷനെയും സഭയെയും അവഹേളിക്കുന്ന തരത്തിലുള്ള നീച പ്രവർത്തനങ്ങൾക്കും എതിരെയുള്ള പ്രതിഷേധ പ്രമേയം വായിച്ചു പാസാക്കി. പതാക ദിനത്തിന്റെ സ്മരണാർത്ഥം പള്ളിയങ്കണത്തിൽ ഫലവൃക്ഷത്തൈ നട്ടു. സംഘടനയിൽ പുതിയതായി അംഗത്വമെടുത്ത 8 പേർക്ക് ഡയറക്ടർ മെമ്പർഷിപ്പും ID കാർഡും വിതരണം ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് സംഘടനാംഗങ്ങൾ കാഴ്ച സമർപ്പണം നടത്തി. കൺവീനർ KI പിയൂസ്, ട്രഷറർ CJ ബാബു, കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളായ MK വർഗീസ്, അലക്സ് ജോസ് K എന്നിവർ പതാക ദിനാചരണത്തിന് നേതൃത്വം നൽകി. കാട്ടകമ്പൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്ന കുരുമുളകിൻ തൈകളുടെയും തെങ്ങിൻ തൈകളുടെയും വിതരണ ഉദ്ഘാടനം നടന്നു. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനൂപ് വിജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ TS മണികണ്ഠൻ, PM അലി, മോനിഷ രജീഷ്, ADC അംഗം NK അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. നിർമ്മാണ മേഖലയിലെ ഹെൽപ്പർ വിഭാഗത്തിലുള്ള അതിഥി തൊഴിലാളികളാണ് കൂലി സ്വയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളിക്ക് 840 രൂപ കൂലിയും ഭക്ഷണവുമാണ് ലേബർ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ 900 രൂപയും ഭക്ഷണവും കരാറുകാർ നിലവിൽ നൽകുന്നുണ്ട്. എന്നാൽ 1200 രൂപയും ഭക്ഷണവും വേണമെന്നാണ് അതിഥി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ കൂലി നൽകിയാൽ കെട്ടിട നിർമ്മാണങ്ങൾ കരാറെടുത്തവർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്ന് CWSA ഭാരവാഹികൾ പറയുന്നു. സാഹചര്യം മൂലം രൂക്ഷമായ വിലക്കയറ്റമാണ് നിർമ്മാണ സാമഗ്രികൾക്ക് മുഴുവൻ. ആ സാഹചര്യത്തിൽ നമ്മളെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇവർ അതിഥി തൊഴിലാളികൾ ആഴ്ചയിൽ വില വർധനമാണ്, കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു പ്രതിസന്ധിയിലാണ് ചെറുകിട കരാറുകാര്. നമ്മൾ ലേബർ ഓഫീസർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതുപോലെ പോലീസ് മറ്റുള്ള എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഏകീകൃത കൂലി 900 രൂപ പ്ലസ് ഭക്ഷണം. അങ്ങനെ ഏകീകൃത കൂലി അതുപോലെ ഹെൽപ്പർക്ക് മെയ്സന് 1150 രൂപ ആ ഒരു ലെവലിലേക്ക് ഏകീകൃത കൂലിയായിട്ടാണ് നമ്മളെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ബോർഡുകൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ആ തീരുമാനത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1200 രൂപയാണ് ഒരു മെയിൻ പണിക്കാരന്റെ കൂലി. പുരുഷ ഹെൽപ്പർമാർക്ക് 900 രൂപയും സ്ത്രീ ഹെൽപ്പർമാർക്ക് 700 രൂപയും ഇതോടൊപ്പം ഭക്ഷണവും നൽകുന്നുണ്ട്. എന്നാൽ വർക്ക് സൈറ്റിലെത്തുന്ന തൊഴിലാളികൾ അധിക കൂലി നൽകാത്തതിനാൽ തൊഴിലെടുക്കാതെ മടങ്ങിപ്പോവുകയാണ്. അതിനാൽ നിർമ്മാണ മേഖല സ്തംഭനാവസ്ഥയിലാണെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. നമ്മുടെ ഈ നിർമ്മാണ മേഖലയിൽ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ സാധാരണ ചെറുകിട കോൺട്രാക്ടർമാരൊക്കെ വളരെ കഷ്ടത്തിലാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ ഓരോ ആഴ്ചയിലും അവർ കൂലി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് കൂലിയുടെ കാര്യത്തിൽ ഒരു ഏകീകൃത തീരുമാനം ഉണ്ടാവേണ്ടതാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ അവരായിട്ട് നമ്മൾ നേരിട്ട് അവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോണത്. ലേബർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എരുമപ്പെട്ടി പോലീസിലും അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട്. കാർഷിക ഗ്രാമമായ എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് ആരംഭമായി. ജൂലൈ 2, 3, 4 തീയതികളിലായി പഞ്ചായത്ത് അങ്കണത്തിൽ നടക്കുന്ന ചന്തയുടെ ഉദ്ഘാടനം പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത അധ്യക്ഷയായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NB ജയ, സനിൽ കുന്നത്തുള്ളി, ചിത്ര രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KT ലിംസൺ, VK സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് വാഗ, രാജി മണികണ്ഠൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ RA അബ്ദുൾ ഹക്കീം, KP രാജു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ MG പ്രശാന്തി, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബെറ്റ്സി മെറീന ജോൺ, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഏലിയാസ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി ഘോഷയാത്ര, സെമിനാറുകൾ, കാർഷിക ക്വിസ്, വിവിധതരം സ്റ്റാളുകൾ, ഫുഡ് ഫെസ്റ്റ്, കലാവിരുന്ന്, നാട്ടറിവുകൾ, കാർഷിക നഴ്സറി, കർഷക കൂട്ടായ്മ, സംഗീത പൂമഴ തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. പാലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം. തീരദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 500 മീറ്ററോളം കടൽ കയറി. പാലപ്പെട്ടി, കാപ്പിരിക്കാട്, അജ്മീർ നഗറിലും കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. പെരുമ്പടപ്പ് പഞ്ചായത്തിലെ തീരദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മുതൽ കടൽക്ഷോഭം തുടരുന്നത്. കടൽഭിത്തി തകർന്നു കിടക്കുന്ന അജ്മീർ നഗർ ബീച്ച്, കാപ്പിരിക്കാട് തീരത്താണ് ശക്തമായ കടൽക്ഷോഭം. തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. കടൽഭിത്തി ഇല്ലാത്ത മേഖലയിൽ കര നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 100ഓളം കുടുംബങ്ങളാണ് കടലാക്രമണ ഭീതി നേരിടുന്നത്. ചില കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കടൽക്ഷോഭം രൂക്ഷമായതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. എപ്പോൾ വേണമെങ്കിലും വീടും കടലെടുക്കുമെന്ന ഭയമാണ് ഇവർക്ക്. പല വീടുകളും കടലെടുക്കാൻ ഇനി മീറ്ററുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ കടലെടുത്ത് 1/2 ഏക്കറോളം സ്ഥലമാണ് പ്രദേശവാസികൾക്ക് നഷ്ടമായത്. മാറി മാറി വന്ന ഭരണ നേതൃത്വം പല പ്രഖ്യാപനങ്ങളും നടത്തിയെന്നല്ലാതെ അതൊന്നും തീരദേശത്തിന് ഗുണപ്രദമായിട്ടില്ല എന്നതിന്റെ സാക്ഷ്യമാണ് നിലവിലെ സാഹചര്യം. 32 വർഷം മുൻപ് ഇവിടെ കടൽഭിത്തി കെട്ടിയിരുന്നു. നിലവിൽ ഒരുപാട് ദൂരെ കടലിലാണ് അത് കിടക്കുന്നത്. പിന്നീട് സുരക്ഷയ്ക്കോ പുനർനിർമ്മാണം നടത്തുവാനോ മാറിവന്ന MLA-മാർക്കും MP-മാർക്കും സാധിച്ചില്ല. പൊന്നാനി മണ്ഡലത്തിൽ ആകെ 10 കിലോമീറ്ററിനുള്ളിലാണ് നിലവിൽ കടൽഭിത്തി ആവശ്യമായി വരുന്നത്. പല സ്ഥലങ്ങളിലും അശാസ്ത്രീയമായ രീതിയിൽ കടലിൽ കല്ലുകൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. കടൽക്ഷോഭം മൂലം തകരുന്ന കടൽഭിത്തി യഥാസമയം ആവശ്യമായ പുനർനിർമ്മാണം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ധനസഹായം ലഭിക്കുമോ എന്ന ഭയത്താൽ ഇക്കാര്യം ആരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാനും തയ്യാറല്ല. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കടലിന്റെ സ്വഭാവം അറിയാവുന്നവരല്ല ഭരണകർത്താക്കൾ. പക്ഷേ പാലപ്പെട്ടിയിലെ തീരദേശത്തുണ്ടാകുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെങ്കിൽ കൃത്യമായ തീരുമാനവും ശക്തമായ നടപടിയും അനിവാര്യമാണ്. പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നതെങ്കിൽ ഇതിന് മറ്റൊരു സ്ഥലം കിട്ടുക എന്നത് വളരെ പ്രയാസമാണ്. പാലപ്പെട്ടിയിൽ കടലൊന്ന് മറിഞ്ഞാൽ തകരുന്നത് തീരദേശവാസികളുടെ ജീവിതമാണ്. ഇനി ഇവർക്ക് വേണ്ടത് വാഗ്ദാനങ്ങളല്ല, മറിച്ച് ശാശ്വതമായ പരിഹാര മാർഗങ്ങളാണ്. അതിന് നടപടിയുണ്ടാകണമെന്നാണ് ഇവരുടെ അപേക്ഷ. എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോയും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഫസലുർ റഹീം, വൈസ് പ്രസിഡന്റുമാരായ ബിജു ആൽഫ, MA ഉസ്മാൻ, അലക്സ് ജോണി, സെക്രട്ടറിമാരായ MJ സ്റ്റീഫൻ, VS ശ്രീജൻ, വനിതാ വിംഗ് പ്രസിഡന്റ് വസന്ത, യൂത്ത് വിംഗ് പ്രസിഡന്റ് ഡെന്നി ചുങ്കത്ത്, CV ഷൈജു, ആനി ജോസ്, സുമേഷ് കാഞ്ഞിരക്കോട് എന്നിവർ പങ്കെടുത്തു.
കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ സുവിശേഷ യോഗം സംഘടിപ്പിക്കുന്നു. ജൂലൈ 5 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ 5 മണി വരെ നടക്കുന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് ജോളി ജോർജ് സുവിശേഷ സന്ദേശം നൽകും. എല്ലാ 3-ാം ശനിയാഴ്ചയും ലിവ ടവറിൽ ഉച്ചതിരിഞ്ഞ് 3 മുതൽ 5 മണി വരെ സ്ത്രീകളുടെ പ്രാർത്ഥനാ യോഗം നടക്കും. ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും വടക്കേക്കാട് പോലീസിന്റെയും ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ ലഹരി വിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ മൻസൂർ റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വടക്കേക്കാട് പോലീസ് ഓഫീസർ ജിതേഷ് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ KC അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ MK മുഹമ്മദ് യൂനുസ് നേതൃത്വം നൽകി. അക്കാദമിക് കമ്മിറ്റി കൺവീനർ ഡോക്ടർ MK സിദ്ദിഖ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ, JRC പ്രവർത്തകർ, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ മിനി വേൾഡ് കപ്പും ബാഗ്ലെസ് ഡേ ആചരണവും സംഘടിപ്പിച്ചു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് സി മുഹമ്മദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഇൻചാർജ് സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അണ്ടർ 23 ഇന്ത്യൻ ഫുട്ബോൾ ടീം ഗോൾ കീപ്പറും അൻസാർ പൂർവ്വ വിദ്യാർത്ഥിയുമായ കമാലുദ്ദീൻ AK മുഖ്യാതിഥിയായി. മൈതാനത്ത് കിക്ക് ഓഫ് ചെയ്തുകൊണ്ട് കമാലുദ്ദീൻ മിനി വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. ആവേശകരമായ ഫൈനൽ പോരാട്ടങ്ങൾക്കൊടുവിൽ പോർച്ചുഗൽ ടൂർണമെന്റിൽ 1-ാം സ്ഥാനവും ബ്രസീൽ 2-ാം സ്ഥാനവും സ്വന്തമാക്കി. വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്കൂളിലെ കായിക വിഭാഗം മേധാവി മുഹമ്മദ് റിയാസ്, കായിക അധ്യാപകരായ ബിജിന, ഷൈബിൻ എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി GFUP സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു. JRC കോർഡിനേറ്റർ അമ്പിളി ഫ്രാൻസിസ് നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരായ സഞ്ജയ് രാജ്, നീനു ജോസഫ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ഭാവിയിൽ ഒരു ഡോക്ടറായി തീരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൂൾ തലം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രയത്നിക്കേണ്ടതിനെക്കുറിച്ചും ഡോക്ടർ സഞ്ജയ് രാജ് കുട്ടികളോട് സംസാരിച്ചു. സമീപത്തെ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ജ്യോതിയെയും കുട്ടികൾ ആദരിച്ചു. പകർച്ചവ്യാധി മുൻകരുതലുകളുടെ ഭാഗമായി മാസ്ക് ധരിച്ചെത്തിയ കുട്ടികളെ ഡോക്ടർ അഭിനന്ദിച്ചു. ഇതിനുശേഷം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സന്ദർശിച്ച കുട്ടികൾ ആയുർവേദ ഡോക്ടർ പ്രസീതയെയും ബൊക്കെ നൽകി ആദരിച്ചു. കുട്ടികളോടൊപ്പം അധ്യാപകരായ സിൻസി, ഹരീഷ് എന്നിവരും പങ്കെടുത്തു. ഗുരുവായൂർ താമരയൂർ ഹരിദാസ് നഗറിൽ കലുങ്ക് അപകടാവസ്ഥയിൽ. കലുങ്കിന്റെ അടിഭാഗം വലിയ തോതിൽ ഇടിഞ്ഞ് റോഡിൽ രൂപപ്പെട്ട വിള്ളൽ വലിയ ദുരന്തത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. മുതുവട്ടൂരിനെയും കാവീടിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡാണിത്. കലുങ്ക് നിർമ്മാണ വേളയിൽ കോൺക്രീറ്റ് സ്ലാബുകൾ ആവശ്യത്തിന് കനം കുറിച്ച് നിർമ്മിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്ലാബിനടിയിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയതോടെ 2-3 ആളുകൾക്ക് സുഖമായി നിൽക്കാൻ പാകത്തിലുള്ള വലിയൊരു ഗുഹയാണ് കലുങ്കിന് താഴെ രൂപപ്പെട്ടിട്ടുള്ളത്. റോഡും കലുങ്കിന്റെ സ്ലാബും ചേരുന്ന ഭാഗത്താണ് വിള്ളൽ കൂടുതൽ ഗുരുതരമായിരിക്കുന്നത്. സ്കൂൾ വാഹനങ്ങളും ടിപ്പർ ലോറികളുമടക്കം 100 കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി ഇതിലൂടെ കടന്നുപോകുന്നുണ്ട്. സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നിരന്തരം സഞ്ചരിക്കുന്ന ഈ വഴിയിൽ ഏത് നിമിഷവും റോഡ് ഇടിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഈ അവസ്ഥ തുടരുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. താമരൂര് കാവീട് മുതുട്ടൂർ റോഡിന്റെ ഹരിദാസ് നഗറിലുള്ള ഈ പാലത്തിങ്ക് വർക്ക്ഷോപ്പിന്റെ മുന്നിലുള്ള ഈ കൽവർട്ട്, ഇത് 4 ദിവസമായി ഇത് ഈ നിലയ്ക്ക് കിടക്കുന്നു. ഇത്രയും ബസ്സുകളും സ്കൂൾ കുട്ടികളുടെ ബസ്സുകൾ, അതുപോലെ ട്രാവലർ, അങ്ങനെ ഒരുപാട് സൈക്കിളിൽ പോണ വിദ്യാർത്ഥികളും ടിപ്പർ ലോറികളും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ ഇതിന്റെ അടിയിൽ വലിയ 2-3 ആൾക്ക് നിൽക്കാനുള്ള ഒരു ഗുഹയാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് PWD അത് നേരേക്ക് തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് നാട്ടുകാർ മുന്നറിയിപ്പിനായി കല്ലുകളും മരക്കൊമ്പുകളും നിരത്തിവെച്ച് റിബൺ കെട്ടിയിരിക്കുകയാണ്. പ്രശ്നത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുൻപ് കലുങ്കിന്റെ ബലപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു ബാലനെ കുന്നംകുളം വൈസ്മൻ ക്ലബ്ബ് ആദരിച്ചു. യൂണിറ്റി ഹോസ്പിറ്റലിൽ ദീർഘകാലമായി സ്ത്രീരോഗ പ്രസവ ചികിത്സാ രംഗത്ത് അവർ നൽകിവരുന്ന മികച്ച സേവനങ്ങളെ മുൻനിർത്തിയായിരുന്നു ആദരം. വൈസ്മൻ ക്ലബ്ബ് ഭാരവാഹികളായ പ്രസിഡന്റ് ജബീന വർഗീസ്, സെക്രട്ടറി റിയ ഗിൽബർട്ട്, ട്രഷറർ സാം PK എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചടങ്ങിൽ ക്ലബ്ബിലെ മറ്റംഗങ്ങളും പങ്കെടുത്തു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ സിറ്റി നാർക്കോട്ടിക് സെൽ ASI സനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മരീന അധ്യക്ഷത വഹിച്ചു. തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി സനീഷ് ബാബു വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലഹരി വിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുകളേന്തി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ അണിനിരന്നു. സ്കൂട്ടർ റാലിയും സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പിട്ട പ്രത്യേക ബുക്ക്ലെറ്റ് ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മരീന ASI സനീഷ് ബാബുവിന് കൈമാറി. അധ്യാപകരായ ഡോക്ടർ ജൂലി ഡൊമിനിക്, ലഫ്റ്റനന്റ് മിനി TJ നിമിഷ, ഡോക്ടർ റോയ് മാത്യു M എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS സ്കൂളിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് പുസ്തക പ്രദർശനം നടത്തി. പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പുതിയ പുസ്തകങ്ങളും എഴുത്തുകാരെയും പരിചയപ്പെടുന്നതിനുള്ള അവസരം കൂടിയായിരുന്നു പുസ്തക പ്രദർശനം. ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർഡൻ വിഭാഗം വിദ്യാർത്ഥികൾ ജാക്ക് ഫ്രൂട്ട് ഡേ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കപ്പഴത്തിന്റെ പോഷക ഗുണങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തി. ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും നാരുകളും ശരീരത്തിന് നൽകുന്ന ഗുണങ്ങളും അധ്യാപകർ വിശദീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ് കുട്ടികൾക്ക് ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിൽ പ്രകൃതിദത്ത ഭക്ഷണങ്ങളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ വിദ്യാർത്ഥികളിൽ നല്ല ഭക്ഷണശീലങ്ങളും പ്രകൃതിയോടുള്ള സ്നേഹവും വളർത്താൻ സഹായിക്കുമെന്ന് അവർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെ നടന്ന ജാക്ക് ഫ്രൂട്ട് ഡേ ആഘോഷം ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള സന്ദേശം പകർന്നുകൊണ്ട് ശ്രദ്ധേയമായി. പ്രസംഗം, കഥ, പാട്ട് എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിവിധ ഇനം ചക്ക വിഭവങ്ങളുടെ പ്രദർശനവും നടന്നു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകരായ സീമ പോൾ, KV സരിത എന്നിവർ നേതൃത്വം നൽകി. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ചങ്ങരംകുളം ഓർക്കിഡ് ആശുപത്രി സന്ദർശിച്ചു. കുട്ടികളെ മധുരം നൽകി ആശുപത്രി അധികൃതർ സ്വീകരിച്ചു. എല്ലാ ഡോക്ടേഴ്സിനെയും പൂക്കൾ നൽകി വിദ്യാർത്ഥികൾ ഡോക്ടേഴ്സ് ഡേ ആശംസകൾ അറിയിച്ചു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഫാദിൽ അമീൻ ഖാദിർ കുട്ടികളുമായി സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റെജീന നേതൃത്വം നൽകി. കുന്നംകുളം ടൗൺ വൈസ് വുമൺസ് ക്ലബ്ബ് ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് കേരള ഹെൽത്ത് സർവീസസ് ഡെപ്യൂട്ടി ഡയറക്ടറും തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ടും IMA കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റുമായ ഡോക്ടർ താജ് പോൾ പനക്കൽ, ഭാര്യ കേരള ഹെൽത്ത് സർവീസസ് അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ജെറ്റ്സി മാത്യു എന്നിവരെ വസതിയിൽ പോയി ആദരിച്ചു. വൈസ് വുമൺ മെമ്പറും ഡോക്ടറുമായ ഡോക്ടർ ധന്യ വിപിന് ക്ലബിന്റെ ആദരം ഡോക്ടർ താജ് പോൾ പനക്കൽ നൽകി. ക്ലബ് പ്രസിഡന്റ് മിനി ചാർലി, നിയുക്ത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലിജി ജിമ്മി, സെക്രട്ടറി നിഷ ബാബുരാജ്, മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ബിന്ദു അപ്പുമോൻ എന്നിവരും ക്ലബ്ബ് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ചരമം. പുന്നൂർക്കുളം മാവിൻചുവട് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന കരുവീട്ടിൽ അബ്ദുൾ റഹീം നിര്യാതനായി. 66 വയസ്സായിരുന്നു. സുഹറയാണ് ഭാര്യ. ഇസഹാഖ്, ഇഹ്സാൻ, റഫീന, റസിയ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വിഷൻ കേബിൾ TV ഉപയോക്താക്കൾക്ക് ഇനി രാജ്യത്തെവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ ചാനലുകൾ കാണാം. KV Go എന്ന പുതിയ മൊബൈൽ TV സേവനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള വിഷന്റെ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെയും ഈ സേവനം ലഭിക്കും. പ്രിയ നേതാവിന് നാട് യാത്രാമൊഴിയേകി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ അന്തരിച്ച മുൻ MLA PM മാധവന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമെന്ന് നേതാക്കൾ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുക്റാന തിരുനാൾ വെള്ളിയാഴ്ച ആഘോഷിക്കും. 1,00,000 ലക്ഷത്തിലധികം പേർക്കുള്ള ഊട്ടിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി.
അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചെന്ന പരാതിയുമായി എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അതിഥി തൊഴിലാളികളുടെ നിസ്സഹകരണ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്നും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. പാലപ്പെട്ടിയിൽ ശക്തമായ കടലാക്രമണം. തീരദേശത്ത് നിരവധി കുടുംബങ്ങൾ കടലാക്രമണ ഭീഷണിയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 500 മീറ്ററോളം കടൽ കയറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.